ശ്രീമന്നാരായണീയം 54 ദശകം കാളീയമർദ്ദനം. തുൽസേവോൽക്കസൗഭരീർനാമപൂർവം കാളിന്ത്യന്തർദാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താക്ഷ്യം സാക്ഷാദൈക്ഷതാഗ്രേ കഥാചിൽ. ഹേ കൃഷ്ണ, അങ്ങയെ സേവിക്കുന്നതിൽ തൽപരനായ സൗഭരി മഹർഷി പണ്ട് യമുനാ നദിയിൽ 12 സംവത്സരം നീണ്ടുനിന്ന കൊടും തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ ലീലാലോലുപരായ മത്സ്യങ്ങളിൽ പ്രീതനായിത്തീർന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ മുൻപിൽ പ്രത്യക്ഷനായ ഗരുഡനെ കണ്ടു. ത്വദ്വാഹന്തം സക്ഷുധം തൃക്ഷസൂനും മീനം കഞ്ചിജ്ജക്ഷതം ലക്ഷയൻ സാ തപ്തശ്ചിത്തേ ശബ്ദവാനത്ര ചേത്വം ജന്തൂൻ ഭോക്താ ജീവിതം ചാഭിമോക്ത. അങ്ങയുടെ വാഹനമായ ആ തൃക്ഷസുതൻ വിശപ്പ് മൂലം ഒരു മത്സ്യത്തെ ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ മഹർഷിയുടെ മനസ്സിൽ താപമുണ്ടാകുകയും അദ്ദേഹം ഇവിടെ വസിക്കുന്ന ജീവികളെ ഭക്ഷിച്ചാൽ നീ മൃതനാകും എന്ന് ശപിക്കുകയും ചെയ്തു. തസ്മിൻ കാലേ കാളിയക്ഷേളദർപ്പാൽ സർപ്പാരാധേ കൽപ്പിതം ഭാഗമസ്നിൻ തേന ക്രോധാൽ ത്വൽപദാം ഭോജരാജ പക്ഷക്ഷിപ്തസ്തദ്ദുരാപം പയോഗാൽ. അക്കാലത്ത് തൻ്റെ വിഷത്തിൻ്റെ ഉഗ്രശക്തി മൂലം അഹങ്കരിച്ച കാളിയനെന്ന സർപ്പം ഗരുഡന് കൊടുക്കപ്പെട്ടിരുന്ന ഭോഗങ്ങളെയെല്ലാം സ്വയം ഭുജിച്ചു വന്നു. അങ്ങയുടെ പാദദാസനായ ഗരുഡൻ കോപാധിക്യം മൂലം അവനെ ചിറകുകൊണ്ട് പ്രഹരിച്ചപ്പോൾ അവൻ കാളിന്തി ജലത്തെ അഭയം പ്രാപിച്ചു. ശാപനിമിത്തം ഗരുഡന് അപ്രാപ്യമായ സ്ഥാനമാണ് കാളിന്തി നദി. ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തീരെ വൃക്ഷാഭിക്ഷതാക്ഷേളവേഗാൽ പക്ഷീവ്രാത പേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. ഘോരനായ കാളിയൻ കാളിന്തിവാസം തുടങ്ങിയപ്പോൾ അവൻ്റെ വിഷത്തിൻ്റെ സംഹാരശക്തി മൂലം തീരങ്ങളിൽ നിന്നിരുന്ന വൃക്ഷങ്ങൾ നശിച്ചു. ആകാശചാരികളായ പറവകൾ പോലും കരിഞ്ഞു താഴെ വീണു. അതുകൊണ്ട് അങ്ങയുടെ മനസ്സ് കരുണാനിർഭരമായി തീർന്നു. കാലേ തസ്മിന്നേകദാസീരപാണി മുക്തായാദേയാമുനം കാനനാന്തം ത്വയുദ്ധാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മതപ്ത ഗോഗോപാല വ്യാപിപൻ ക്ഷേളതോയം. അക്കാലത്തൊരിക്കൽ അങ്ങ് ബലരാമനെ കൂടാതെ യമുനാ തീരത്തിലെ വനപ്രദേശത്തേക്ക് പോയി. ഗ്രീഷ്മത്തിൻ്റെ ഉഗ്രമായ വെയിലേറ്റ് തപിച്ച ഗോക്കളും ഗോപാലകരും യമുനയിലെ വിഷജലത്തെ തന്നെ കുടിച്ചു. നശ്യജീവാൻ വിച്യുതാൻ ശ്വാതലേ താൻ വിശ്വാൻ പശ്യന്നച്യുതത്വം ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാമാസിധദ്രാത് പീയൂഷാംഭോ വർഷിഭീ ശ്രീകടാക്ഷൈ. ഹേ അച്യുത, അവരെല്ലാം പ്രാണൻ വെടിഞ്ഞ് നിലം പതിച്ചത് കണ്ട് കരുണാർദ്രനായ അങ്ങ് അരികിൽ വരികയും അമൃതം ചൊരിയുന്ന കടാക്ഷങ്ങളാൽ ഉടനെ അവയ്ക്ക് വീണ്ടും ജീവൻ കൊടുക്കുകയും ചെയ്തു. കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷിത്യുധാ ഗോപസംഘ ദൃഷ്ടാഗ്രേത്വാം ത്വൽകൃതം തദ്ദിദന്ത സ്വാമാലിംഗൻ ദൃഷ്ടനാനാ പ്രഭാവ. അങ്ങയുടെ പ്രഭാവാതിശയങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ള ഗോപന്മാർ അംഗപ്രത്യംഗം ഹർഷപുളകിതരാകുന്നുവെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയും
അങ്ങയെ കണ്ടപ്പോൾ അതും അങ്ങയുടെ തന്നെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി ആലിംഗനം ചെയ്യുകയും ചെയ്തു. ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന സ്ഫീതാനന്ദാസ്താഞ്ച ദൃഷ്ടാ പുരസ്താത് ദ്രാഗാവവൃ സർവതോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്യന്നിനാദ. വീണ്ടും ജീവൻ കിട്ടിയ ഗോക്കൾ അങ്ങയെ കണ്ട് ആനന്ദാധിക്യത്താൽ ഹർഷാശ്രുക്കൾ പൊഴിക്കുകയും മെല്ലെ ശബ്ദിച്ചുകൊണ്ട് അങ്ങേക്ക് ചുറ്റും ചേർന്ന് നിൽക്കുകയും ചെയ്തു. രോമാഞ്ചോയം സർവതോ ന ശരീരേ ഭൂയസ്യന്ത കാചിദാനന്ദമൂർച്ഛ ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേ ത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭൂ. ഞങ്ങളുടെ ശരീരത്തിൽ സർവത്ര പുളകവും ഹൃദയത്തിൽ പറയാൻ കഴിയാത്ത ആനന്ദമൂർച്ചയും ഉണ്ടാകുന്നു. ഹേ മുകുന്ദ, ഈ വിഷത്തിന്റെ ശക്തി വിചിത്രം തന്നെ എന്നിപ്രകാരം പറഞ്ഞ് ഗോപന്മാർ അങ്ങയെ വന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. ഏവം ഭക്താൻ മുക്തജീവാനപിത്വം മുക്താപാങ്കൈരസ്തരോഗാസ്തനോഷി താതൃഭൂതസ്ഫീതകാരുണ്യഭൂമ രോഗാൽപായ വായുഗേഹാധിനാഥ. ജീവൻ വെടിഞ്ഞവരെ പോലും ഭക്തരാണെന്ന കാരണത്താൽ അങ്ങ് മുഗ്ധവീക്ഷണങ്ങളെ കൊണ്ട് ജീവിപ്പിക്കുകയും രോഗങ്ങളിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം കൃപാസാഗരനായ ഗുരുവായൂരപ്പ, എന്നെ രോഗബാധകളിൽ നിന്നും സംരക്ഷിക്കണമേ. ശ്രീഹരേ നമഃ.